മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് പകരം മുല്ലപ്പെരിയാർ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു തുരങ്കം നിർമ്മിച്ചാൽ മതിയാകും. ഇങ്ങനെ ചെയ്താൽ മുല്ലപ്പെരിയാറിൽ ഭീഷണി ഉണ്ടാവില്ല. 4 കിലോമീറ്റർ നീളത്തിലും 6 മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വെള്ളം ശേഖരിക്കാനായി ചെറിയ ഡാമുകൾ ഉണ്ടാക്കണം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മാണം ചെലവേറിയതാകും. ബലപ്പെടുത്തിയാൽ 50 വർഷത്തേക്ക് ഭീഷണി കാണില്ലെന്ന് ശ്രീധരൻ ചൂണ്ടിക്കാട്ടി. ജലനിരപ്പ് 100 അടിയിൽ നിജപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ഉരുൾപൊട്ടലുണ്ടായതിനു പിന്നാലെ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച് വ്യാപക ചർച്ചകൾ നടക്കുകയും ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്ന ആവശ്യം ശക്തമായി ഉയരുകയും ചെയ്തിരുന്നു. ലോക്സഭയിലടക്കം കേരളത്തിലെ എംപിമാർ പുതിയ ഡാം വേണം എന്ന ആവശ്യം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മെട്രോമാൻ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. 4 കിലോമീറ്റർ നീളത്തിലും 6 മീറ്റർ വിസ്താരത്തിലും തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കാം എന്ന് ശ്രീധരൻ പറയുന്നു. ഡാം നിർമ്മാണം ചെലവേറിയതാണ്. ഈ നിർദ്ദേശം തമിഴ്നാടും കേന്ദ്രവും ഉടൻ അംഗീകരിക്കും. സുപ്രീം കോടതിക്കും വിഷയത്തിൽ എതിർപ്പുണ്ടാകില്ല എന്നാണ് ശ്രീധരന്റെ വാക്കുകൾ. അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണം എന്നാവശ്യപ്പെട്ട് കേരളം മുറവിളി തുടരുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാട് സുപ്രീം കോടതിയിൽ മറിച്ചുള്ള വാദവുമായി രംഗത്തുണ്ട്. ജലസേചന ആവശ്യങ്ങൾക്കായി തമിഴ്നാട് ആശ്രയിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെയാണ്. സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കുന്നത് ഘടനയെ ശക്തിപ്പെടുത്തുമെന്നും 50 വർഷത്തേക്ക് ഡാമിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുമെന്നും ശ്രീധരൻ പറഞ്ഞു. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ചിലവേറിയതാണെന്നും കുറഞ്ഞത് 12 മുതൽ 15 വർഷം വരെ എടുക്കുമെന്നും ശ്രീധരൻ പറയുന്നു. 4-5 ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലെ ജലസേചന ആവശ്യങ്ങൾക്കായി വെള്ളം തിരിച്ചുവിടാൻ സഹായിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. സംഭരണം സുരക്ഷിതമായ തലത്തിൽ നിലനിർത്താൻ തന്റെ നിർദ്ദേശങ്ങൾ എക്കാലവും സഹായിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. മുല്ലപ്പെരിയാറിലെ പരമാവധി സംഭരണ ശേഷി 152 അടിയാണ്. ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക അടുത്തിടെ കോൺഗ്രസ് എംപി ഡീൻ കുര്യാക്കോസ് ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു. അണക്കെട്ടിനെ വാട്ടർ ബോംബ് എന്ന് വിശേഷിപ്പിച്ച ഡീൻ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അണക്കെട്ടിന്റെ സുരക്ഷയിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് പറഞ്ഞു. 1895 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത്. അണക്കെട്ട് തികച്ചും സുരക്ഷിതമാണെന്ന് തമിഴ്നാട് വാദിക്കുമ്പോൾ നിലവിലുള്ള ഘടനയ്ക്ക് സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് കേരളം ഉയർത്തുന്നത്. ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരന്ത സാധ്യത വിരൽ ചൂണ്ടുന്നത്. മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിന്റെ കൂടി തകർച്ച കേരളത്തെ രണ്ടായി വിഭജിക്കുന്നതിനിടയാക്കുമെന്നാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ബലക്ഷയം പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് സ്റ്റേഷൻ ടീം നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത്. മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാനായിരുന്ന CP റോയാണ് പുതിയ തമിഴ്നാടിന് വെള്ളം നൽകാൻ പുതിയ ഒരു തുരങ്കം എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. റോയ് ഈ ആശയം ഉന്നതാധികാര സമിതിയുടെ മുന്നിൽ വയ്ക്കുകയും സമിതി ഈ നിർദ്ദേശത്തെ വിശദമായി പഠിക്കാൻ ഉന്നതാധികാര സമിതിയിലെ സാങ്കേതിക വിദഗ്ധരായ ഡോക്ടർ തട്ടെ, ഡി മേത്ത എന്നിവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പ്രായോഗികമായേക്കാവുന്ന ഈ നിർദ്ദേശത്തോട് കേരളവും തമിഴ്നാടും അന്ന് വളരെ തണുത്ത പ്രതികരണമാണ് കാണിച്ചത്. 2 സംസ്ഥാനങ്ങൾക്കും ഈ ആശയത്തോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ പുതിയ തുരങ്കം എന്ന ആശയം ഏറെ നാൾ നിലനിൽക്കാതെ പോവുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഈ ആശയം വീണ്ടും ഉയർന്നു വന്ന സ്ഥിതിക്ക് മെട്രോമാൻ ശ്രീധരനെ പോലെയൊക്കെ ഉള്ള ഒരാൾ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്ന അഭിപ്രായവും പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.